ഹലോ എവ്രി വൺ. SSC CGLന്റെ 2026 എക്സാം വരാനായിട്ടുണ്ട് അല്ലെ. അപ്പോൾ SSC CGL എക്സാമിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു 36 പോസ്റ്റുകൾ ഉണ്ടാകും. പല പോസ്റ്റുകൾക്കും പല ഏജ് ലിമിറ്റ് ആയിരിക്കും. എല്ലാത്തിൻ്റെയും എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ആണെങ്കിൽ പോലും ചില പോസ്റ്റുകൾക്ക് 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ചിലതിനാകട്ടെ 18 തൊട്ട് 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി ചിലതിന് 27 വയസ്സ് വരെയുള്ളൂ. അങ്ങനെ പല ഏജ് ലിമിറ്റിൽ ചില കൺഫ്യൂഷൻസ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. SSCയുടെ CGLൽ സാധാരണ വരുന്ന ഒരു 35-36 പോസ്റ്റുകളിൽ ഏതൊക്കെ പോസ്റ്റുകൾക്ക് ഏതൊക്കെ ഏജ് ലിമിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് പേര് മാത്രമല്ല പറയുന്നത്, ആ പോസ്റ്റുകളുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ജോബ് പ്രൊഫൈലും കൂടെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു ജോലി പ്രൊഫൈലിൽ തുടരാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഫൈലിൽ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ കറക്റ്റ് ഏജ് ഗ്രൂപ്പിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു പോസ്റ്റ് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ തരുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും അല്ലേ, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. CBIയിൽ ഇൻസ്പെക്ടർ ആവുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, വിദേശത്ത് പോകാനുള്ള ജോലി നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നൊക്കെ നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങും. പക്ഷേ മേ ബി നമ്മൾ ഏജ് ലിമിറ്റ് ഒന്നും അന്നേരം ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം നോക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഏജ് ലിമിറ്റിലായിരിക്കില്ല ആ ഒരു എക്സാം വരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു എക്സാമിൽ തന്നെ പല ഏജ് ലിമിറ്റ് വരുന്ന ഒരു എക്സാമാണ് CGL. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്കറേജ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പല സാലറി ലെവലിൽ വരുന്ന ജോലികളും ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ജോബ് പ്രൊഫൈൽ സിമിലർ അല്ല. അതിൽ നിന്ന് എല്ലാത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്ന വർക്ക് ലൈഫ് ബാലൻസും സിമിലർ അല്ല തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് SSCയുടെ CGL വരുന്നത് നോക്കാം. സോ SSC എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പോൾ ഇതിനു മുൻപ് ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്തു പോകാൻ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ കേരളത്തിലെയൊക്കെ PSC എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം അല്ലേ, കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള ഗവൺമെന്റ് സ്റ്റാഫിനെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഓഫീസുകൾ ഉണ്ടാവും അല്ലെ. കസ്റ്റംസ് ഓഫീസ് ഉണ്ടാകും, നിങ്ങൾ പാസ്പോർട്ട് ഓഫീസ് കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ ടെക്നോളജി ഭാഗമായിട്ട് വരുന്ന ഓഫീസുകൾ ഉണ്ടാവും, GST ഓഫീസസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഓഫീസുകൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇത്തരം ഓഫീസുകളിലേക്കൊക്കെയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാഫിനെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് SSCയുടെ CGL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയാണ് SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ CGL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ തന്നെ നമുക്ക് ഗ്രൂപ്പ് A പോസ്റ്റ്, ഗ്രൂപ്പ് B പോസ്റ്റ്, C പോസ്റ്റ് എന്നൊക്കെ പല പോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് കാണാം. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് A എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ടോപ്പ് ലെവൽ ബ്യൂറോക്രാറ്റ്സ് ഇരിക്കുന്ന പോസ്റ്റുകളാണ്. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ UPSC എക്സാമിലൂടെയൊക്കെ IAS, IRS എന്നൊക്കെ പറയാനുള്ള IFS ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ റാങ്കിൽ വരുന്ന ഓഫീസേഴ്സിന്റെ പോസ്റ്റുകളാണ് ബേസിക്കലി ഗ്രൂപ്പ് A പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് താഴെയാണ് ഗ്രൂപ്പ് Bയും ഗ്രൂപ്പ് Cയും ഗ്രൂപ്പ് Dയും വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് D എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെയുള്ള എൻട്രി ലെവൽ ജോലികളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിൽ ഒരു ഓഫീസ് അറ്റൻഡന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രൈവർ ഉണ്ടാകും. അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ഗ്രൂപ്പ് Dയിലേക്ക് വരുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് പ്രധാനമായിട്ടും UPSCന്റെ ലെവലുള്ള പോസ്റ്റുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് കഴിഞ്ഞു വരുന്നതാണ് Bയും Cയും Dയും. അപ്പോൾ D ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വരുന്ന പോസ്റ്റാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന B ആൻഡ് C പോസ്റ്റുകളുടെ റിക്രൂട്ട്മെന്റ് ആണ് SSCയുടെ CGL എക്സാമിലൂടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പല പേ ലെവൽ വരുന്നുണ്ട്. പേ ലെവൽ 7 ഉണ്ട്, പേ ലെവൽ 6 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളെല്ലാം തന്നെ Bയിലും Cയിലും വരുന്നവയാണെന്ന് ഞാൻ പറഞ്ഞു.
കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഗസറ്റഡ് പോസ്റ്റുകളും ഈ ഒരു എക്സാമിലൂടെ റിക്രൂട്ട്മെന്റിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതെടുത്ത് മാറ്റി, ഇപ്പോൾ അതിനകത്ത് വരുന്നില്ല. അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ 2 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊരു 2-3 വർഷം മുമ്പ് വരെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഗസറ്റഡ് പോസ്റ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഫസ്റ്റത്തെ പ്രൊമോഷൻ തൊട്ട് തന്നെ ഗസറ്റഡ് റാങ്കിലേക്ക് വരാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുടനീളമുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പല മിനിസ്ട്രീസിലേക്കുമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഏജ് ഗ്രൂപ്പാണ്. അതായത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികൾ. അപ്പോൾ ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം കൃത്യമായിട്ട് പറയട്ടെ. ഈ 20 to 30 വയസ്സ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലാതെ എല്ലാവർക്കും ഉള്ളതല്ല. അൺറിസർവ്ഡ് ആയിട്ടുള്ള UR എന്ന് നമ്മൾ പറയും, അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് ഇത്. ഇനി നിങ്ങൾ ഒരു OBC കാറ്റഗറിയിൽ പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് 20 to 30 +3 33 ഇയേഴ്സ് വരെ ആകും. അതേസമയം SC/ST കാറ്റഗറിയിൽ പെടുന്നവർക്ക് വീണ്ടും 20 to 35 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നിങ്ങൾ ഡിസബിലിറ്റി, അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി PWBD എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ റിലാക്സേഷൻ 10 ഇയേഴ്സ് ആണ്. സോ 20 to 40 ഇയേഴ്സിന്റെ ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഡിസബിലിറ്റി ഉള്ളവർക്ക് എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്ലറിക്കൽ പോസ്റ്റിലേക്കൊക്കെ ആയിരിക്കും കൂടുതലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഇത് ഏത് മുതൽ ഏത് വരെയാണ്, ഏത് വർഷം മുതൽ ഏത് ഡേറ്റ് വരെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. അത് ഓരോ തവണയും നോട്ടിഫിക്കേഷൻ വരുന്ന സമയം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തോടനുബന്ധിച്ചിട്ടാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഈ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള അപ്പർ ഏജ് ലിമിറ്റും ലോവർ ഏജ് ലിമിറ്റും വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റുകളിലേക്ക് പോവാം. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ പറയുന്ന ASO പോസ്റ്റുകളാണ്. അപ്പോൾ എന്താണ് ASO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ASO എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു റോളാണ്. ASO എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്ലറിക്കലായിട്ട് വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാം, വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റും. ഓവർ ടൈം ഡ്യൂട്ടിയോ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൺഡേ ടു ഫ്രൈഡേ വരെ മാത്രം ഓഫീസിൽ പോയാൽ മതി. സാറ്റർഡേ സൺഡേ ലീവ് ആയിരിക്കും, പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ലീവ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ASO ഇൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് MEA എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ASO ആണ് നിങ്ങളെങ്കിൽ, അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന വിദേശകാര്യ മന്ത്രാലയം അല്ലേ, അതാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി മറ്റൊരു കൺട്രിയുടെ ഒരു VIP നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു, അപ്പോൾ ഒരു ഇവന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ അത് നിങ്ങളുടെ സർക്കിളിൽ ആണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങളുടെ ജോബ് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്ന ഓവർ ടൈം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇതിന് എക്സ്ട്രാ ആയിട്ട് നൈറ്റ് ഷിഫ്റ്റോ അങ്ങനെ യാതൊരു എക്സ്ട്രാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും വരുന്ന ഒരു ജോലിയല്ല ASOൻ്റേത്. ഓക്കെ, അപ്പോൾ MEA എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ വിദേശത്തേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരുപാട് വേറെ മിനിസ്ട്രീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ CSS, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇവിടെ നിങ്ങൾക്ക് ASO ആയിട്ട് കയറാം. ഇനി നെക്സ്റ്റ് ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് AFHQയിൽ കയറാം, റെയിൽവേസിൽ കയറാം. അങ്ങനെ പല മിനിസ്ട്രികളിലും നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റും. ഇതിന്റെ പേ ലെവൽ വരുന്നത് 7 ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെന്റ് ആണ് വരിക. ഇതിന്റെ ബേസിക് പേ ആണ് 44,900 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ബേസിക് പേന്റെ അർത്ഥം? 44,900 to 1,44,400 എന്ന് വെച്ചാൽ എന്താ? ചിലർക്ക് 44,000 കിട്ടും, ചിലർക്ക് 1,40,000 അങ്ങനെയാണോ? അല്ല. സോ നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാന ശമ്പളമാണ്. നിങ്ങൾക്ക് വേറെ ഒരു ശമ്പളവും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും വരുന്ന ഫുൾ എമൗണ്ട് ആണ് ഈ 44,900. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ
ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് പേയോടൊപ്പം നിങ്ങൾക്ക് ആദ്യം ഒരു DA കിട്ടും. DA ഏകദേശം 50% ആണ്. എന്ന് വെച്ചാൽ ഈ 44,500ന്റെ ഏകദേശം എത്ര കിട്ടും, 22,000 സംതിങ് ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞ അലവൻസ് ഉണ്ടാകും, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉണ്ടാകും, പിന്നെ ഒരുപാട് നിങ്ങളുടെ മിനിസ്ട്രി ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് അലവൻസുകൾ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് 70,000 റുപ്പീസ് പ്ലസ് നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കും. സോ ഇത് ബേസിക് പേ 44,900 ആകുമ്പോൾ ഉള്ള കാര്യം. സോ ഇവിടെ നിങ്ങൾ കയറിക്കഴിഞ്ഞ് പ്രൊമോഷൻ നേടി ബേസിക് പേ തന്നെ 1,42,400 രൂപ വരെ ആകുന്ന പോസ്റ്റുകൾ വരെ നിങ്ങൾക്ക് പ്രൊമോഷനിലൂടെ ലഭിക്കാം. അതാണ് 1,42,400ന്റെ മീനിങ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. സോ നിങ്ങൾ ഈ പ്രായപരിധിയിലുള്ള ആളാണ്, 20 to 30 ഇയേഴ്സ് ആണ്, നിങ്ങൾക്ക് ഫീൽഡ് ജോബ് അല്ല ക്ലറിക്കൽ ജോബാണ് ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു നല്ല ഒരു ജോബ് തന്നെയായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇതിൽ പലയിടത്തും പല പോസ്റ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CSSൽ പോസ്റ്റിംഗ് അധികം ഡൽഹിയിലാണ് വരിക, പക്ഷേ റെയിൽവേസിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കും. സോ നിങ്ങൾക്ക് എവിടെ പോസ്റ്റിംഗ് വേണം എന്നതുകൂടി നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഫൈനൽ ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ പോസ്റ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ASO എന്ന് പറയുന്നത് പ്യുവർലി 20 to 30 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന പോസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഇൻ CBI. ഇത് നമുക്കൊക്കെ അറിയണ പോസ്റ്റാണ്. സേതുരാമയ്യറിലെ ചാക്കോന്റെ പോസ്റ്റ് അല്ലേ, അതാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഇൻ CBI എന്ന് പറയുന്നത്. ലെവൽ 7ൽ വരുന്ന പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയായിരിക്കും പേ ലെവൽ വരുന്നത്. ജോബ് പ്രൊഫൈൽ എന്താണ് നമുക്കറിയാം അല്ലേ, സേതുരാമയ്യരെ പോലെ കേസ് അന്വേഷിക്കലല്ല. സോ സബ് ഇൻസ്പെക്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ സാക്ഷികളുടെയൊക്കെ പോയി മൊഴികൾ എടുക്കുക, അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടക്കുക. സോ കൂടുതലും ഫീൽഡ് ഡ്യൂട്ടി വരുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ്. കേസ് ഹാൻഡ്ലിംഗ് ഉണ്ടാകും, ഡോക്യുമെന്റേഷൻ ഒക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ, കൂടുതലും ഫീൽഡ് ഡ്യൂട്ടി തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഇത് ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. ഇവിടെ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വേണ്ടി വരും, ചിലപ്പോൾ ഹോളിഡേയ്സിൽ ലീവ് കിട്ടണം എന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള, നമുക്കറിയാലോ നമ്മുടെ CBI ഒക്കെ അന്വേഷിക്കുന്നത് വളരെ ഹൈ പ്രൊഫൈൽ കേസുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഹീറ്റഡ് കേസിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ ആ ഒരു സമയത്ത് ലീവ് ലഭിക്കണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽഡ് ജോബ്സിന് അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഈ ഒരു പോസ്റ്റ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പോസ്റ്റുകൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വരുന്ന 18 to 30 ഇയേഴ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് സബ് ഇൻസ്പെക്ടർ ഇൻ CBI ആണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ വരുന്ന മറ്റ് പോസ്റ്റുകളാണ് ഇന്റലിജൻസ് ബ്യൂറോ. നെക്സ്റ്റ് വേറെ മിനിസ്ട്രീസിലും നമുക്ക് പോസ്റ്റുകൾ വരാം. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് IT. അപ്പോൾ ഇതിനകത്ത് ഇന്റലിജൻസ് ബ്യൂറോ വരുന്നുണ്ട്, പിന്നെ NIA വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഉള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പേ ലെവൽ 7 തന്നെയാണ് വരുന്നത്. അവിടെയും നമുക്ക് ഫീൽഡ് ഡ്യൂട്ടി തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും പറഞ്ഞത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. അപ്പോൾ ഇൻസ്പെക്ടർ പോസ്റ്റുകൾ കൂടുതലും വരുന്നത് ടാക്സിലും പിന്നെ എക്സൈസിലുമാണ്. അപ്പോൾ എന്താണ് ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറും അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ, എക്സാമിനർ, ഈ 4 പോസ്റ്റുകൾ ഞാൻ പലതവണ പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടെ ടാക്സ് നമ്മുടെ CBDT അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കൊടുക്കുന്ന ടാക്സിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് CBDT. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. സോ ടാക്സസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ CBDTയും അത് കഴിഞ്ഞ് CBICയും ആണ് ഉള്ളത്. അപ്പോൾ CBDT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡിറക്റ്റ് ടാക്സസ് ആണ്. അപ്പോൾ ഈ ഡിറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താ, എല്ലാ വർഷവും മാർച്ച് ആവുമ്പോഴേക്കും പല ഓർഗനൈസേഷൻസും ടാക്സ് കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ബേസിക്കലി പേഴ്സണൽ നമ്മളും കമ്പനീസും അതായത് ടാക്സബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും ഒക്കെ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻകം ടാക്സ് ഡിറക്റ്റ് ടാക്സ് ആണ്. ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് CBDT. അതേസമയം നമുക്ക് മറ്റൊരു ടാക്സും ഒരു ഇൻഡയറക്റ്റ് ടാക്സും നമ്മൾ കെട്ടാറുണ്ട്. അതേതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മൾ CGST സെൻട്രൽ GST കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ GST പോലെ വരുന്ന അല്ലെങ്കിൽ എക്സൈസോ അതുപോലെ വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സുകളുടെ ഡിപ്പാർട്ട്മെന്റ്, ഇതിനെയാണ് നമ്മൾ CBIC എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെന്റുകളുമാണ് നമ്മുടെ മൊത്തം ഇന്ത്യൻ IRS, ഇന്ത്യൻ റവന്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന റിക്രൂട്ട്മെന്റ് ആണ് ഇൻകം ടാക്സിന് ഇൻസ്പെക്ടറും. ഇനി അത് ഇൻഡയറക്ട് ടാക്സസിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സാധാരണ കസ്റ്റംസ് ഓഫീസർ അല്ലെങ്കിൽ GST ഇൻസ്പെക്ടർ എന്ന് പറയാറുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതിൽ തന്നെ വരുന്ന റോളുകളാണ് പ്രിവെന്റീവ് ഓഫീസർ ആൻഡ് എക്സാമിനർ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി ഇത്രയും കൂടെ ഹൈ ലെവൽ പേയ്മെന്റ് ആയിരിക്കും സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും ഒരു ജോബ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ ഡൈനാമിക് ആയിരിക്കും. സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളെക്കാളും കുറച്ചും കൂടെ ഇത് റെസ്പോൺസിബിലിറ്റിയും കൂടെ കൂടുതലായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലറിക്കൽ ജോലിയല്ല. ഈ ജോലി കിട്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്യാം അല്ലെങ്കിൽ നേരെ ഓഫീസിൽ പോയി ജോലി ചെയ്യാം, ഇത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇവിടെയും വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചും കൂടെ കുറവായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എൻഫോഴ്സ്മെന്റ് ആൻഡ് റെഗുലേറ്ററി റോൾസ്. അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വീഡിയോ ഞാൻ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ, പല സെലിബ്രിറ്റീസിനെയും പല പൊളിറ്റീഷ്യൻസിനെയും ഒക്കെ ED വിളിപ്പിച്ചു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചു എന്ന് പറയുന്ന ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബേസിക്കലി. സോ അവിടെ വരുന്ന ഓഫീസർ പോസ്റ്റുകളാണ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത്. സോ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ് EDയിലേക്ക് വരുന്ന ഒരു പോസ്റ്റ്. ഇതും ഇത്രയും കൂടെ ഒരു റിസ്കി ആയിട്ടുള്ള പോസ്റ്റാണ്. ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ കൂടുതൽ കിട്ടാവുന്ന ഒരു പോസ്റ്റാണ്. കാരണം ED ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഹൈ പ്രൊഫൈൽ കേസസ് ആയിരിക്കും. അപ്പോൾ അവിടെയും നമുക്ക് പേഴ്സണൽ ഒരു ലൈഫിന് അല്ലെങ്കിൽ പേഴ്സണൽ ടൈമിന് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. സോ അത് കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാൻ. ക്ലിയർ? അതുപോലെ നാർക്കോട്ടിക്സിലെ പോസ്റ്റുകളും ഒക്കെ 20 to 30 ഇയേഴ്സിന്റെ ഇടയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോലെ ASO പോലെ തന്നെ വരുന്ന പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റുകൾ. പിന്നെ വരുന്നത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ഓഫീസ് സൂപ്രണ്ടുമാണ്. അപ്പോൾ ഇത് CBDTയിലാണ് വരുന്നത്. ഇത് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയും വീണ്ടും 18 to 30 ഇയേഴ്സിന്റെ ഇടയിൽ വരുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ NIA സിമിലർ തന്നെയാണ് വരുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഇന്റലിജൻസ് ഏജൻസിയാണ് NIA എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഇൻ NCB. NCB എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് അല്ലേ. സോ NCB എന്ന് പറയുന്ന നാർക്കോട്ടിക്സിലേക്കും സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും ഇവിടെ വീണ്ടും 18 to 30 ഇയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇതും ഇൻസ്പെക്ടർ പോസ്റ്റുകളുടെ ആ ഒരു റോളിൽ തന്നെ ആയത് കാരണം ഇവിടെ നമുക്ക് കൂടുതലായിട്ട് വരുന്നതും ഫീൽഡ് ടൈപ്പ് ഓഫ് ജോലികൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ NIA നോക്കുകയാണെങ്കിൽ ഇന്റലിജൻസ് കളക്ഷൻ ആയിരിക്കും അവിടെ വേണ്ടത്. അതായത് പല ഏജൻസീസുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് കേസുകളുടെയൊക്കെ ഡേറ്റ സ്വീകരിക്കുക, അതിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന 2 റോൾസ് ആണ് റിസർച്ച് ആൻഡ് അക്കൗണ്ട്സ് റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ് NHRCയിൽ ഒരു റിസർച്ച് അസിസ്റ്റന്റിന്റെ ആ ഒരു ജോബ് പ്രൊഫൈലും എപ്പോഴും വരാറുണ്ട്. നെക്സ്റ്റ് CAGയിൽ അതായത് കംട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ്. അപ്പോൾ ഇതും 30 ഇയേഴ്സിനുള്ളിൽ തന്നെ വരുന്ന റോളാണ്. ഫൈൻ. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ ഹെഡ് എന്ന് പറയുന്ന ഒരു റോള് കൂടി വരുന്നുണ്ട്. അതും 18 to 30 ഇയേഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഇതൊരു പ്യോർലി സൂപ്പർവൈസറി ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൈൻഡ് ആയിട്ടുള്ള ജോലിയാണ് ഇവിടെ വരുന്നത്, സെക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഏജ് ഗ്രൂപ്പാണ്. സോ 18 to 32 ഇയേഴ്സ്, 32 വയസ്സ് വരെയുള്ളവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? സോ നേരത്തെ നമ്മൾ പറഞ്ഞത് 30 വയസ്സ് വരെയുള്ളവർക്കാണ്. ഇത് 18നും 32 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന ജോലിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ JSOന്റെ പോസ്റ്റാണ്. ഈ JSO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം സാധാരണ എല്ലാ CGL എക്സാമിനും നമുക്ക് Tier 1 ഉണ്ടാകും, അതിനുശേഷം Tier 2, ചിലപ്പം ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അല്ലെ DEST ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ടാകും. ചിലപ്പോൾ ചില ഫോഴ്സസിലേക്കുള്ള, അതായത് ഇപ്പം ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാകും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേപ്പർ കൂടി ക്ലിയർ ചെയ്യണം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ 3 ഉണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കഴിഞ്ഞിട്ട് Tier 2ൽ പേപ്പർ 3 വരുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ ഇതിനകത്ത് ക്ലിയർ ചെയ്യണം.
ഓക്കെ, എങ്കിൽ മാത്രമാണ് JSOന്റെ റോളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്കാണ് ഈ ഒരു റോളിലേക്ക് കൂടുതൽ ഒരു റിലവൻസ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാപ്പിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ രാജ്യത്തെ സെൻസസ് ഒക്കെ നടത്തുന്ന അതോറിറ്റി ഉണ്ടാവും അല്ലേ, അവയുടെ കീഴിൽ വരുന്ന സെൻസസിൻ്റെ ഒക്കെ ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുക, അതിൽ നിന്നും ഉള്ള ഇൻഫറൻസസ് എടുക്കുക തുടങ്ങിയിട്ടുള്ള ജോലികളാണ് JSOക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇത്തിരി മാത്സും സ്റ്റാറ്റിക് ബാക്ക്ഗ്രൗണ്ടും ഉള്ളവർക്കാണ് ഈ ജോലി കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നത്, സ്യൂട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പേ ലെവൽ 6 വരുന്ന ജോലിയാണ്. അപ്പോൾ 7നെക്കാളും പേ ലെവൽ താഴേക്ക് വന്നു. പക്ഷേ 18 തൊട്ട് 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ലെവലാണ്. സോ അത് 18നും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റർ ആണ്. അപ്പോൾ ഓഡിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്താ ഈ ഓഡിറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കണക്കുകളും ഒക്കെ കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരുപാട് മിനിസ്ട്രീസും ഒരുപാട് ഓർഗനൈസേഷൻസും ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇത്ര വീതം ചിലപ്പോൾ അവർ ബഡ്ജറ്റ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ ബഡ്ജറ്റിനുള്ളിൽ തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ എന്തെങ്കിലും കള്ളക്കണക്കുകളൊക്കെ ഉണ്ടോ എന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളിലെ കണക്ക് ഇതുപോലെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ജോലിയാണ് ഒരു ഓഡിറ്ററിൻ്റെത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്, നാഷണൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതിൽ 3 ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാണ് CAG എന്ന് പറയുന്നത് നമ്മുടെ മേജർ ആയിട്ടുള്ള കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ ഓഡിറ്റിംഗ് എവിടെയാണ് നടക്കുന്നത്. ഇനി ഇത് CGDE ആണ്, അത് കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് ആണ്. അതായത് ആർമി, നമുക്കറിയാലോ ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എംപ്ലോയീസിന് സാലറി പോകുന്നത് കൃത്യമായിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ് CGDE. അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് ഓഡിറ്ററായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ലെവൽ 5 ആയിട്ടുള്ള സ്റ്റാഫായിട്ടായിരിക്കും. സോ 29,200 ഓൺവേർഡ്സ് ആണ് നിങ്ങളുടെ ബേസിക് പേ വരുന്നത്. ഇത് ബേസിക് പേ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലവൻസുകൾ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 60,000ന്റെ അടുത്ത് ഇൻഹാൻസ് സാലറി ലഭിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഓഡിറ്റിംഗ് ലോ കംപ്ലൈൻ്റ് ആയിട്ടാണ് എല്ലാം നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഓഡിറ്റിംഗ് നടക്കുന്നത്, ഓഡിറ്റേഴ്സിൻ്റെ റോൾസ് വരുന്നത്. അപ്പോൾ ഇതും കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള ജോലിയാണ്. ഇവിടെ ഫീൽഡ് ജോബ് ഒന്നും വരുന്നില്ല. പക്ഷേ ഫിനാൻഷ്യൽ ഇയർ ഉണ്ട് അതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ വർക്ക് പ്രഷർ അല്ല, വർക്ക് ലോഡ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ടന്റ്. സോ ഓഡിറ്ററിന്റെ പോലെ തന്നെ വരുന്ന മറ്റൊരു റോളാണ് അക്കൗണ്ടന്റിൻ്റെത്. ഇത് പേ ലെവൽ 5 വരുന്ന റോളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓഡിറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സോ അതിൻ്റെയൊക്കെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ജോബ് പ്രൊഫൈൽ. സോ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റും പിന്നെ അതിന്റെ ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക, അതിന്റെ റെക്കോർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ് ഒരു അക്കൗണ്ടന്റിൻ്റെത്. ക്ലിയർ? അപ്പോൾ ഇതും പേ ലെവൽ 5 തന്നെ വരുന്നതാണ്. അപ്പോൾ ഇവിടെയും ഏകദേശം ഇത്ര തന്നെയായിരിക്കും നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ക്ലറിക്കൽ ആൻഡ് അസിസ്റ്റന്റ് റോള് 18നും 27 വയസ്സിനും ഇടയിൽ വരുന്ന ക്ലറിക്കൽ ആൻഡ് അസിസ്റ്റന്റ് റോളുകളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഇത് കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആണ്. ഇനി സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് UDC അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ഇത് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിലൂടെ വരുന്ന റോളാണ്. MES എന്ന് പറയുന്ന സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പോസ്റ്റുകളൊക്കെ ക്ലറിക്കൽ ആയിട്ട് വരുന്ന പോസ്റ്റാണ്. ഇനി നമ്മൾ പറയാതെ പോയ ഒരു പോസ്റ്റാണ് ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ടാക്സ് അസിസ്റ്റന്റിന്റെ പ്രത്യേകത ഇത് CBDTയിലും CBICയിലും, അതായത് ഇൻകം ടാക്സിലും അല്ലെങ്കിൽ കസ്റ്റംസിലും എക്സൈസിലും ഒക്കെ വരുന്ന ഒരു റോളാണ് ടാക്സ് അസിസ്റ്റന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സബ് ഇൻസ്പെക്ടർ ഇൻ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു റോൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇൻകം ടാക്സിൽ തന്നെ വരുന്ന പോസ്റ്റുകൾ തന്നെയാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റും ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റും.
പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ പ്രൊമോഷൻ കഴിഞ്ഞ് നിങ്ങളുടെ രണ്ടാമത്തെ പ്രൊമോഷനിലാണ് നിങ്ങൾക്ക് ഇവിടെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ജേർണിക്ക് ഏകദേശം 5 years സമയമെടുക്കും. അപ്പോൾ നിങ്ങളുടെ 5 വർഷം ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ടാക്സ് അസിസ്റ്റൻറ്റ് ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടറെ വെച്ച് നോക്കുമ്പോൾ 2 ലെവൽ താഴെയുള്ള ജോലിയാണ്. പക്ഷെ രണ്ടിലും ഒരേ എക്സാമിലൂടെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ എന്തായാലും പഠിക്കുമ്പോൾ ഹയർ റാങ്കിലേക്ക് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നാർക്കോട്ടിക്സ് ബ്യൂറോയിലെ അതായത് NCBയിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റും ഇതുപോലെ 18 to 27 ഇയേഴ്സിൻ്റെ ഏജ് ലിമിറ്റിൽ വരുന്നതാണ്. സോ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതായിരുന്നു. ഇനി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ടേബിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് മേ ബി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇപ്പോൾ 18 to 27 ഇയേഴ്സിൻ്റെ ഇടയിൽ വരുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഓഡിറ്റർ CAGയിലും CGDAയിലും വേറെ മിനിസ്ട്രീസിലും, അക്കൗണ്ടന്റ് ആൻഡ് ജൂനിയർ അക്കൗണ്ടന്റ് CAG കൺട്രോൾ ജനറൽ ഓഫ് അക്കൗണ്ട്സ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CG ആണ്. അതർ ടാക്സ് അസിസ്റ്റന്റ് CBDT CBIC, PA ആൻഡ് SA പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ. നെക്സ്റ്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ UDSC അത് പല മിനിസ്ട്രികളിൽ വരും. നെക്സ്റ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട് CBNL. അപ്പോൾ ഇതൊക്കെ 18 to 27 ഇയേഴ്സിൽ വരുന്നതാണ്. ഇനി 18 to 30 ഇയേഴ്സിൻ്റെ ഇടയിൽ വരുന്നത് ശ്രദ്ധിച്ചു നോക്കണേ. ഇവിടെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അത് ഇന്റലിജൻസ് ബ്യൂറോയിലുണ്ട്. MEIT അതായത് നമ്മുടെ മീറ്റിയോറോളജി അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി അതാണ് MEIT എന്ന് പറയുന്നത്. പിന്നെ ഇൻകം ടാക്സിൽ വരുന്ന CBDT CBICയിൽ വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്. അല്ലാതെ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിലും CBNലും വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റ്, AEO അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓപ്പറേറ്റർ ഓഫീസർ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ 18 to 30 ഇയേഴ്സിൻ്റെ ഇടയിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 20 to 30 ഇയേഴ്സിൻ്റെ ഇടയിൽ വരുന്നത് ASO പോസ്റ്റുകളാണ്. അപ്പോൾ അത് ഏതിലൊക്കെ വരുന്നതാണെന്ന് നോക്കിക്കേ. CSSൽ വരുന്നത്, റെയിൽവേസിൽ വരുന്നത്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, നെക്സ്റ്റ് ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന AFHQ. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിലുള്ളവർക്ക് 20 to 30 ഇയേഴ്സിൻ്റെ ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 18 to 32 ഇയേഴ്സിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് JSOൻ്റെ പോസ്റ്റിനാണ്. ഓക്കെ, JSOൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 വരുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത്രയും ഡിവിഷൻസ് ആണ് വരുന്ന പോസ്റ്റുകളിൽ ഉള്ളത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? സോ അപ്പോൾ ഇവിടെ പേ ലെവൽ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹയർ പേ ലെവൽസ് നോക്കുകയാണെങ്കിൽ കൂടുതലും സെക്ഷൻ ഓഫീസേഴ്സിനാണ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസേഴ്സിനും പിന്നെ അസിസ്റ്റന്റ് റോളിനും വരുന്നവർക്കാണ് കൂടുതൽ വരുന്നത്. ലോവർ പേ ലെവൽ അതിനുശേഷം താഴേക്കാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ? നിങ്ങളിപ്പോൾ 31 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സ് കറക്റ്റാണ്, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് JSOക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 27 കഴിഞ്ഞു, അതായത് നിങ്ങൾക്ക് ഒരു 28 ഇയേഴ്സ് വരെയാണെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ASOൻ്റെ പോസ്റ്റുകളും ചില ഇൻസ്പെക്ടർ പോസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പോസ്റ്റുകൾ നിങ്ങളുടെ ഏജ് എലിജിബിലിറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. CGL എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. കാരണം 36 പോസ്റ്റുകളുടെ റിക്രൂട്ട്മെന്റ് ഒരുമിച്ച് നടക്കുന്ന എക്സാമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ പോവാം എന്നുള്ള ഒരു രീതിയിൽ പഠിക്കാതെ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈൽ അത് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. സോ അതിനുള്ള ഒരുപാട് പ്രൊഫൈൽ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യാം, കമൻറ്റിൽ ആഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള പ്രൊഫൈൽ എന്തെങ്കിലും ഐഡിയാസിൻ്റെ വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്കത് റിക്വസ്റ്റ് ചെയ്യാം, ജസ്റ്റ് കോമെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുകൂടി നോക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സാലറി ഇതിവിടെ കണ്ടു അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ MEAയിൽ പോയാൽ മതി അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് പോസ്റ്റിനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം ഫൈനലൈസ് ചെയ്യാം. ഓക്കെ,
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. സോ അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, SSCയുടെ CGL എക്സാം മാത്രമല്ല, SSCയിൽ ഇനിയും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. CHSL ഉണ്ട്, MTS എക്സാം വരുന്നുണ്ട്, ഗ്രൂപ്പ് ഡി എക്സാം ഉണ്ട്, സ്റ്റെനോഗ്രാഫർ എക്സാം ഉണ്ട്, സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് ബാങ്കിങ്ങിൽ IBPS ക്ലർക്ക് ഉണ്ട്, നെക്സ്റ്റ് SBIയുടെ ക്ലർക്ക് എക്സാം ഉണ്ട്, PO എക്സാംസ് വരുന്നുണ്ട്, SO എക്സാംസ് വരുന്നുണ്ട്, RRBയിൽ റെയിൽവേസിൽ NTPC വരുന്നുണ്ട്, ഗ്രൂപ്പ് ഡി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാംസിന് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നിങ്ങളുടെ എക്സാംസിനെല്ലാം കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്ന ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും സ്റ്റഡി മെറ്റീരിയൽസും ക്വിസസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ജസ്റ്റ് കോമെൻ്റ് ആയിട്ടൊന്ന് ആഡ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും വീഡിയോയുടെ താഴെ കോമെൻ്റ് ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.